മലപ്പുറം ജില്ലാ ബാങ്ക് കേരളം ബാങ്കിൽ ലയിപ്പിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. സർക്കാർ നടപടിക്ക് ഹൈക്കോടതിയുടെ അംഗീകാരം. UDF നേതാക്കളുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, എന്താണ് ഇപ്പോൾ നിലവിൽ സർക്കാരിൻ്റെ നിലപാടിന് കൃത്യമായൊരു അംഗീകാരം? ഇത് സംബന്ധിച്ച് ഈ സഹകരണ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ സർക്കാർ നിലപാട് ശരിവച്ചിരിക്കുന്നു. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ലാ ബാങ്കിനെ ലയിപ്പിച്ചിരിക്കുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്താണ് ഹൈക്കോടതി വിധിയുടെ മറ്റു വിശദാംശങ്ങൾ? സിജു, അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. സംസ്ഥാന സർക്കാർ കേരള ബാങ്ക് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ ബാങ്കുകളെ കേരള ബാങ്കിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ UDF നിയന്ത്രണത്തിലുള്ള മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അതിനെതിരെ നിന്നു. പക്ഷേ അതിൽ നിയമ ഭേദഗതി, സഹകരണ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ആ ലയനം സർക്കാർ സാധ്യമാക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മലപ്പുറം ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റ് ലത്തീഫ് MLA, വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ്, ഒപ്പം മലപ്പുറത്തെ 93 പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്നിവർ ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. ആദ്യം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഡിവിഷൻ ബെഞ്ച് സർക്കാർ നടപടി നിയമപരമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശരിവെക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇതേ ആളുകൾ തന്നെ ലത്തീഫ് MLAയും 93 ബാങ്ക് പ്രസിഡന്റ്, UDF നിയന്ത്രണത്തിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാരും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഡിവിഷൻ ബെഞ്ചിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൽ വിശദമായ വാദം നടക്കുകയായിരുന്നു. അല്പം മുമ്പ് ജസ്റ്റിസുമാരായ അമിത് റാവലും CS സുധയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അന്തിമ വിധി പുറപ്പെടുവിച്ചു. അതായത് സർക്കാർ നടപടി നിയമപരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വരുത്തിയ നിയമ ഭേദഗതി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി ശരിവെച്ചിരിക്കുന്നു ഡിവിഷൻ ബെഞ്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് നിയമപരം, മറ്റൊന്ന് രാഷ്ട്രീയം. നിയമപരം എന്ന് പറയുന്നത് സഹകരണ നിയമങ്ങളിൽ കാതലായ ഭേദഗതികൾ വരുത്തുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. കാരണം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഷെഡ്യൂൾഡ് ലിസ്റ്റിൽപ്പെട്ട, സംസ്ഥാനങ്ങളുടെ ഷെഡ്യൂളിൽപ്പെട്ട ലിസ്റ്റിലുള്ള സാധനമാണ് സഹകരണ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ വരുത്തുന്ന നിയമപരത്തിൽ വരുന്ന ഏത് മാറ്റങ്ങൾക്കും നിയമപരമായ പിൻബലമുണ്ട് എന്ന് തന്നെയാണ് സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയതും സർക്കാർ നടപടി ശരിവെച്ചതും. അതേ സ്വഭാവത്തിൽ തന്നെ അതേ കാര്യങ്ങൾ തന്നെ ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിയമപരമായി സർക്കാരിന് ഇത് വലിയ നേട്ടമാണ്. കാരണം ഈ സർക്കാരിൻ്റെ നടപടി നിയമപരമല്ല എന്നുള്ളതായിരുന്നു UDF തുടക്കം മുതൽ ഉന്നയിച്ചിരുന്ന ആക്ഷേപം. അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗികമായ നിയന്ത്രണത്തിലെങ്കിലുമുള്ള റിസർവ് ബാങ്കും വ്യത്യസ്തമല്ലാത്തൊരു നിലപാട് ഹൈക്കോടതിയിൽ എടുത്തു എന്നുള്ളതാണ്. അതായത് ഈ ഹർജിക്കാർക്ക് അനുകൂലമായി, UDF നേതാക്കൾക്ക് അനുകൂലമായി ഒരു നിലപാട് റിസർവ് ബാങ്കും സ്വീകരിച്ചു എന്നുള്ളതാണ്. സർക്കാരിൻ്റെ നടപടി ചില സഹകരണ ചട്ടങ്ങളുടെ ആക്ടിൻ്റെയൊക്കെ ലംഘനമുണ്ട് എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ വാദം. റിസർവ് ബാങ്ക് പറഞ്ഞത് ഈ സഹകരണ നിയമത്തിൽ അല്ലെങ്കിൽ ഇത്തരം ലയനം പോലെയുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ അതാത് സഹകരണ സംഘങ്ങളുടെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് അവിടെ 2/3 ഭൂരിപക്ഷം നേടണം എന്നുള്ളതാണ് കേന്ദ്ര സഹകരണ നിയമം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് മലപ്പുറം ജില്ലാ ബാങ്കിൻ്റെ ലയനം നിയമപരമായി ശരിയല്ല എന്നുള്ളതായിരുന്നു റിസർവ് ബാങ്കിൻ്റെ നിലപാട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇത് കേരളത്തിലെ UDF സംവിധാനത്തിന് മാത്രമല്ല കേന്ദ്ര സംവിധാനത്തിലുള്ള റിസർവ് ബാങ്കിനും ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് കൂടി കക്ഷിയായിരുന്നല്ലോ. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഈ നിലപാട് നിയമപരമല്ല എന്ന് തന്നെ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും അത് സിംഗിൾ ബെഞ്ച് തന്നെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു.